പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിലെ തേർഡ് മൊഡ്യൂൾ തേർഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so the first topic in this module is features of new generation computer. നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ തൊട്ട് കമ്പ്യൂട്ടേഴ്സിന് പല പല ജനറേഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ ന്യൂ ജെൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ആ കമ്പ്യൂട്ടേഴ്സിനുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, സ്പീഡ് ഓഫ് ഓപ്പറേഷൻ. കമ്പയറിങ് വിത്ത് ദ ഓൾഡ് ജനറേഷൻസ്, സ്പീഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ്. ദെൻ മോർ ആക്യുറേറ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഉണ്ട്. ദെൻ ഓട്ടോമാറ്റിക് ഓപ്പറേഷനാണ്. മാനുവൽ ഓപ്പറേഷൻസിനേക്കാളും കൂടുതലായിട്ട് ഓട്ടോമാറ്റിക് ഓപ്പറേഷൻസ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനകത്ത് നടക്കുന്നത്. ദെൻ റിലയബിലിറ്റി, ദ റിസൾട്ട്, നമുക്കതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് മോർ റിലയബിൾ ആണ്. ദെൻ കോംപ്ലക്സിറ്റി, ഏത് കോംപ്ലക്സ് പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ റിസർച്ച് ഫീൽഡിൽ വരെ നമ്മൾ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വേഴ്സറ്റാലിറ്റി, നമ്മൾ പറഞ്ഞ പോലെ പല ഫീൽഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷൻ സെക്ടർ തൊട്ടിട്ട് സയൻറ്റിഫിക് റിസർച്ച് വരെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് ഡാറ്റ അനാലിസിസ്. Data analysis is a process of collecting, transforming, cleaning and modeling data with the goal of discovering the required information. Data analysis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റേനെ കളക്ട് ചെയ്ത് അതിനെ ട്രാൻസ്ഫോം ചെയ്ത് അതിൽ നിന്നുള്ള എറേഴ്സൊക്കെ അവോയ്ഡ് ചെയ്ത് അതിനെ ക്ലീൻ ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് അതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെ ആണ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടുന്ന രീതിയിലേക്ക് ആ ഡാറ്റേനെ അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ദ റിസൾട്ട്സ് ഒബ്റ്റെയിൻഡ് ആർ കമ്മ്യൂണിക്കേറ്റഡ്, സജസ്റ്റിംഗ് കൺക്ലൂഷൻസ് ആൻഡ് സപ്പോർട്ടിംഗ് ഡിസിഷൻ മേക്കിംഗ്. സോ ദ ഫൈനൽ റിസൾട്ട് ഓഫ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് എന്ന പ്രോസസ്സിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സജസ്റ്റിംഗ് കൺക്ലൂഷൻസ് ആൻഡ് സപ്പോർട്ടിംഗ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പ്രോബ്ലത്തിന് കൺക്ലൂഷൻ തരുന്ന രീതിയിലുള്ള റിസൾട്ടായിരിക്കും ഈ ഒരു ഡാറ്റ അനാലിസിസ് പ്രോസസ്സിന് ശേഷം നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കളക്ടിങ്, ട്രാൻസ്ഫോമിങ്, ക്ലീനിങ് ആൻഡ് മോഡലിംഗ് ഓഫ് ഡാറ്റ വിത്ത് ദ ഗോൾ ഓഫ് ഡിസ്കവറിങ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ. ദെൻ വാട്ട് ഈസ് ഡാറ്റ? എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, data are collection of characteristics or information, usually numerical, that are collected through observation and other primary ways. Data എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a kind of characteristics or information which is usually numerical. അത് മെജോറിറ്റി കേസിലും ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറിക്കൽ ഫിഗേഴ്സ് ആണ്. ദാറ്റ് ആർ കളക്റ്റഡ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് അതർ പ്രൈമറി വേസ്. അതായത് നമ്മളുടെ ഡാറ്റ കളക്ഷന് യൂസ് ചെയ്യുന്ന പ്രൈമറി മെത്തേഡ്സ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഒബ്സർവേഷൻ ആവാം, ദെൻ സർവേ ആവാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആവാം, ആ രീതിയിലൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ അല്ലെങ്കിൽ ഇൻഫോർമേഷനെ, ന്യൂമറിക്കൽ ഫോമാറ്റിലുള്ള ഇൻഫോർമേഷൻസിനെ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ ഫോംസ് ഓഫ് ഡാറ്റ. ദർ ആർ മേജർലി ടു കൈൻഡ് ഓഫ് ഡാറ്റ. വൺ ഈസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. പേരിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാവും ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആണെന്ന് പറയുന്നത്. ദെൻ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വേർഡ്സ് ഓർ ഡിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ വേർഡ്സിൽ ഡാറ്റേനെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ദീസ് ടൈപ്പ് ഓഫ് ഡാറ്റ കളക്റ്റഡ് ത്രൂ ഫോക്കസ് ഗ്രൂപ്പ്, ഇൻ്റർവ്യൂ ആൻഡ് ക്വസ്റ്റ്യർ. ഇത് നമ്മൾ കളക്ട് ചെയ്യാൻ, അതായത് ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യർസ്, ഇൻ്റർവ്യൂസ്, അതുപോലെ തന്നെ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. സോ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സിൽ തന്നിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനായിട്ട് തന്നിട്ടുള്ള ഡാറ്റാസിനെയാണ്, അതായത് ടെക്സ്റ്റ് ഡാറ്റേനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ദ ഡാറ്റ ദാറ്റ് ഇസ് എക്സ്പ്രസ്ഡ് വിത്ത് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഡാറ്റേനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്.
വിച്ച് ക്യാൻ ബി പുട്ട് ഇൻ ടു കാറ്റഗറീസ് മെഷേർഡ് ഓർ റാങ്ക്ഡ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, അതിനെ മെഷർ ചെയ്യാൻ പറ്റും, ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, റാങ്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ്, ഇതിനൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മീറ്റേഴ്സിൽ അല്ലെങ്കിൽ സെൻറ്റിമീറ്റേഴ്സിൽ നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിനെ നമുക്ക് റാങ്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. Then there are two types of quantitative data: categorical quantitative data and continuous quantitative data. First one is categorical quantitative data എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ data that has been placed into groups and items cannot belong to more than one group at a time. അതായത് ഗ്രൂപ്പ് വൈസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റേനെയാണ് നമ്മൾ കാറ്റഗോറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ കാറ്റഗോറിക്കൽ ഡാറ്റയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ ഒറ്റ കാറ്റഗറിയിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് വൈസ് ആയിട്ട് ഡാറ്റേനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കാറ്റഗോറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ വൺ ഐറ്റം ബിലോങ്സ് ടു വൺ ഗ്രൂപ്പ്. ദെൻ കണ്ടിന്യൂസ് ഡാറ്റ, ന്യൂമറിക്കൽ ഡാറ്റ മെഷേർഡ് ഓൺ എ കണ്ടിന്യൂസ് റേഞ്ച് ഓർ സ്കെയിൽ. കണ്ടിന്യൂസ് സ്കെയിലിൽ അല്ലെങ്കിൽ റേഞ്ചിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഡാറ്റേനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഏജ് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 to 20 ഇയേഴ്സിനിടയിൽ എത്ര പേര് വരുന്നുണ്ട്, ദെൻ 20 to 30 ഇയേഴ്സിനകത്ത് എത്ര പേര് വരുന്നുണ്ട്, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ഫോമിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റേനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബിസിനസ് ഡാറ്റ അനാലിസിസ്. ബിസിനസ് ഡാറ്റ അനാലിസിസിൽ മെയിനായിട്ട് വരുന്ന ഏരിയാസസ് ആണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് വരുന്ന ഏരിയാസസ് അതിൻ്റെ മീനിങ്, അതുപോലെ ഇമ്പോർട്ടൻസ് ആൻഡ് ടൈപ്സ്, ദെൻ അതുപോലെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ദെൻ അതിൻ്റെ ഫേസസ്, കോമ്പണൻസ് ആൻഡ് ചാലഞ്ചസ്. ഓക്കെ, സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബിസിനസ് ഡാറ്റ അനാലിസിസ്? ബിസിനസ് അനലിറ്റിക്സ് ഓർ ബിസിനസ് ഡാറ്റ അനാലിസിസ് is a process of collecting, sorting, processing and studying business data and using statistical models and interactive methodologies to transform data into business insights. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡാറ്റ അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു. ഡാറ്റ അനാലിസിസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ്, ട്രാൻസ്ഫോമിങ്, ക്ലീനിങ് ആൻഡ് മോഡലിംഗ് എ ഡാറ്റ വിച്ച് ഗീവ്സ് മീനിങ്ഫുൾ ഇൻഫർമേഷൻ. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ വെൻ വി കം ടു ബിസിനസ് ഡാറ്റ അനാലിസിസ്, ബിസിനസ് ഡാറ്റ അനാലിസിസിലേക്ക് വരുമ്പം ഇവിടെ ഡാറ്റേനെ നമ്മളൊന്ന് സ്പെസിഫൈ ചെയ്യുകയാണ്. സോ കോമൺ ഡാറ്റ അനാലിസിസ് എന്നെ പകരമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡാറ്റ, ബിസിനസ് ഡാറ്റ അനാലിസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡാറ്റേനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ബിസിനസ് ഡാറ്റ അനാലിസിസിന് പറയുന്ന മറ്റൊരു പേരാണ് ബിസിനസ് അനലിറ്റിക്സ്. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെയിം ഡാറ്റ അനാലിസിസിന് പറഞ്ഞ അതേ മീനിങ് തന്നെയാണ്, അല്ലെങ്കിൽ അതേ ഡെഫിനിഷൻ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് ബിസിനസ് ഡാറ്റയാണ്. ദെൻ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കളക്ടിങ്, സോർട്ടിങ്, പ്രോസസ്സിങ് ആൻഡ് സ്റ്റഡിയിങ് business data and using statistical models or interactive methodologies to transform data into business insight. അതായത് ബിസിനസ് ഡാറ്റാസിനെ കളക്ട് ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്യുക, അതിനെ നമ്മൾ സോർട്ട് ചെയ്യുക, ദെൻ അതിനെ നമ്മൾ പല സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളതിനെ ബിസിനസ് ഇൻസൈറ്റ്സ് ആക്കിയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. ബിസിനസ് കൺക്ലൂഷൻസ് ആക്കിയിട്ട് അല്ലെങ്കിൽ മീനിങ് ഇൻഫർമേഷൻസ് ആയിട്ട് അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് ഡാറ്റ അനാലിസിസ്. ഫസ്റ്റ് വൺ ഇസ് ബിസിനസ് അനലിറ്റിക്സ് ഇസ് എ മെത്തഡോളജി ഓർ ടൂൾ ടു മേക്ക് എ സൗണ്ട് കൊമേഴ്ഷ്യൽ ഡിസിഷൻസ്. സോ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ഡിസിഷൻസ്, അതായത് നമ്മൾ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ബിസിനസ് അനലിറ്റിക്സ്. അതായത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ പാസ്റ്റ് ഇൻഫോർമേഷൻസിനെ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. Then second one, facilitate better understanding of available primary and secondary data which gain affect operational efficiency of several departments. പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈമറിയും സെക്കൻഡറിയും ആയിട്ടുള്ള ഡാറ്റാസിനെ കുറിച്ച് നമുക്കൊരു കൂടുതൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ഡാറ്റ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then third one, provides a competitive advantages to companies
മറ്റ് കമ്പനീസിന് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റ് കമ്പനീസ്, അതായത് ഇപ്പം അനാലിസിസ് നടത്താത്തൊരു കമ്പനിയും കറക്റ്റായിട്ട് ബിസിനസ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്ന, ഡാറ്റ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു കമ്പനിയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനാലിസിസ് കണ്ടക്ട് ചെയ്യാത്ത കമ്പനീസിന് അവർക്ക് കുറേ ഡാറ്റാസ് അവരുടെ കയ്യിലുണ്ടായിരിക്കും. പക്ഷേ ആ ഡാറ്റാസിൽ നിന്ന് അവർക്ക് മീനിങ് ഫുൾ ഇൻഫോർമേഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ കറക്റ്റായിട്ട് ബിസിനസ് ഡാറ്റ അനാലിസിസ് കണ്ടക്ട് ചെയ്ത കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്നും ആ പാസ്റ്റിലുള്ള ഇൻഫോർമേഷൻസിൽ നിന്ന്, മീൻസ് ഡാറ്റയിൽ നിന്ന് അവർക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻസ്, അവർക്ക് മീനിങ് ഫുള്ളായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചും, ഇപ്പം വാട്ട് ഈസ് ദി ഡിമാൻഡ് ഫോർ ദ ലാസ്റ്റ് 5 years എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. സോ അതാണ് ബിസിനസ് ഡാറ്റ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്ന കമ്പനീസും കണ്ടക്ട് ചെയ്യാത്ത കമ്പനീസും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. സോ ഇത്തരം അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്ന കമ്പനീസിനെ സംബന്ധിച്ച് അവർക്കതൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ദെൻ കൺവേർട്ട് അവൈലബിൾ ഡാറ്റ ഇൻറ്റു വാല്യുബിൾ ഇൻഫോർമേഷൻസ്. കമ്പനീസിൻ്റെ അവൈലബിൾ ഡാറ്റാസിനെ വാല്യുബിൾ ഇൻഫോർമേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ടൈപ്സ് ഓഫ് ബിസിനസ് ഡാറ്റ അനാലിസിസ്. ഇനി ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ബിസിനസ് ഡാറ്റ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. വി ഹാവ് 4 types of analysis. അതിൽ ഫസ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ദെൻ സെക്കൻഡ് വൺ പ്രഡിക്റ്റീവ് അനാലിസിസ്, ആൻഡ് തേർഡ് വൺ പ്രെസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ആൻഡ് ഫോർത്ത് വൺ ഇസ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ്. സോ ഇതാണ് 4 ടൈപ്സ് പറയുന്നത്. ദെൻ അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിസ്ക്രിപ്റ്റീവ് analysis. So descriptive analysis looks at a past data and tell what happened, and it describes or summarizes a business existing data to get a picture of what has happened in the past or happening currently. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്നുള്ള പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇറ്റ് ഗിവ്സ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ. ഓക്കെ, ഒരു പാസ്റ്റ് ഹാപ്പൻ ചെയ്തൊരു ഇവൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ കറൻ്റ്ലി ഹാപ്പനിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇവൻറ്റിനെ കുറിച്ച് ഉള്ള ഫുൾ ഇൻഫോർമേഷൻസ് ഗെയിൻ ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഫുൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന രീതിയിലുള്ള, അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള അനാലിസിസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ വെൻ വി കണ്ടക്ട് എ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് വി ഗെറ്റ് A to Z ഇൻഫോർമേഷൻസ് അബൌട്ട് ദാറ്റ് ഇവൻറ്റ്. നമുക്ക് ആ ഒരു ഇവൻറ്റിനെ കുറിച്ച് A to Z ഇൻഫോർമേഷൻസ് കിട്ടും. Okay, the next is predictive analysis. Predictive analysis analytics forecast the possibility of future events using statistical models and machines learning techniques. The one which analyzes the data trend to access the possibilities of future outcome. So നമ്മൾ പ്രസൻറ്റ് ഡാറ്റാസിനെ അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റാസിനെ അനലൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് വാട്ട് വിൽ ബി ഹാപ്പനിങ് ഇൻ ഫ്യൂച്ചർ, നമ്മുടെ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് സംഭവിക്കുക. ഓക്കെ, സോ നമുക്കിപ്പോൾ ഡിമാൻഡ് ഇത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇത്രയാണ്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് ഡിമാൻഡ്, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രോഡക്റ്റിന് എന്ത് പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള അനാലിസിസ് ആണ് പ്രഡിക്റ്റീവ് അനാലിസിസ്. സോ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഇറ്റ് ഈസ് എ പ്രഡിക്ഷൻ. ഓക്കെ, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നതിനെ നമ്മൾ പ്രസൻറ്റ് അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രെഡിക്റ്റ് ചെയ്യാണ്. ഫ്യൂച്ചറിൽ ഇതായിരിക്കാം സംഭവിക്കുന്നത് എന്നുള്ളത്, ആ പോസിബിലിറ്റീനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അനാലിസിസിനെയാണ് നമ്മൾ പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ പ്രെസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഓക്കെ, then this is the one which used the past performance data to generate a recommendation to handle similar situation in future. സോ നമ്മൾ റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് പ്രെസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ പ്രെസ്ക്രിപ്റ്റീവ് അനാലിസിസ് നമുക്കറിയാം, നമ്മളിവിടെ ഒരു എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള അനാലിസിസാണ് പ്രെസ്ക്രിപ്റ്റീവ് അനാലിസിസ്. സോ നമ്മൾ എന്താണ് നമ്മുടെ പ്രസൻറ്റ് സിനാരിയോ അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തൊക്കെ സംഭവിച്ചു അതിനനുസരിച്ച് അതിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക്
ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു ഒരു മീൻസ് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ, ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള അനാലിസിസ് ആണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ്. ദെൻ ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എയിംസ് ടു ഡിറ്റർമൈൻ വൈ സംതിങ് ഹാപ്പൻഡ്. അതായത് നമ്മളിപ്പം ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്കുള്ള സിംറ്റംസൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ അസുഖം ഇതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടല്ലോ, ആ രീതിയിലുള്ള പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അനാലിസിസിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു അനാലിസിസിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇവൻ്റ് ഹാപ്പൻ ചെയ്ത് കഴിയുമ്പം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ഹാപ്പനിങ് ദിസ് ഇവൻറ്റ്, അതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. വൺ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഷോസ് ദ സംതിങ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഹാപ്പൻഡ്. ഡയഗ്നോസ്റ്റിക് അനാലിസിസ് ക്യാൻ ബി ഡൺ ടു ഫൈൻഡ് ഔട്ട് ദ റീസൺ. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ നമ്മൾ എന്ത് സംഭവിച്ചു, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നു, അതിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. സോ നമ്മൾ ആ ഒരു ഇവൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ A to Z ഇൻഫോർമേഷൻസ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിനകത്ത് പ്രൊവൈഡ് ചെയ്യും. ദെൻ ഡയഗ്നോസ്റ്റിക് അനാലിസിസിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദാറ്റ് ഇവൻറ്റ്, നമ്മൾ ആ ഇവൻ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അതാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് അനാലിസിസിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ 4 തരത്തിലുള്ള ബിസിനസ് ഡാറ്റ അനാലിസിസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ദെൻ സെക്കൻഡ് വൺ ഇസ് പ്രെഡിക്റ്റീവ് അനാലിസിസ്, ആൻഡ് third one is prescriptive analysis, and fourth one is diagnostic analysis. Descriptive means explanation, then predictive means prediction, analyzing the past and present, and predicting the future. Then prescriptive, which provide some suggestions or informations for future. Then next is a diagnostic, which it find out the reason for some events. Okay, the next is phases of data analysis or stages of data analysis. Data analysis in the stages ആണ്. So the first one is data, and second one is data collection, and third one is data processing, fourth one is data cleaning, and fifth one is exploratory data analysis, last one is communication. ഓക്കെ, സോ ഈ 6 സ്റ്റെപ്പിലൂടെ കടന്നിട്ട് പോയിട്ടാണ് ഡാറ്റ അനാലിസിസ് എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഡാറ്റ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ സെക്കൻഡ് സ്റ്റെപ്പ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് വൺ ഇസ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഗ്യാതറിങ് ഇൻഫർമേഷൻ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ് ഫ്രം വേരിയസ് സോഴ്സസ് റേഞ്ചിങ് ഫ്രം ഓർഗനൈസേഷണൽ ഡാറ്റാ ബേസ് ടു ദ ഇൻഫോർമേഷൻ ഇൻ ദ വെബ്സൈറ്റ്. ഓക്കെ, സോ ബിസിനസ് ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് പല പല സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓർഗനൈസേഷനകത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന പല റെക്കോർഡ്സിനകത്തും നിന്നും ഉള്ള ഡാറ്റ മുതൽ നമുക്ക് പല വെബ്സൈറ്റിൽ നിന്നുള്ള ഡാറ്റാസ് വരെ നമുക്ക് ബിസിനസ് ഡാറ്റ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ഡാറ്റയായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. ദെൻ ഡാറ്റ പ്രോസസ്സിങ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ പ്രോസസ്സിങ് ആണ്. ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് കളക്റ്റഡ് ഡാറ്റ ഈസ് കോൾഡ് ഡാറ്റ പ്രോസസ്സിങ്. നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റേനെ ഓർഗനൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ ആർ അറേഞ്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ആക്യുറേറ്റ് അനാലിസിസ് ഓഫ് ഡാറ്റ. ഡാറ്റ അനാലിസിസ് ഒന്നും കൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോർ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഡാറ്റേനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെയാണ് ഡാറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ഡാറ്റ ക്ലീനിങ്. ഡാറ്റ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റിംഗ് ഓർ പ്രിവെൻറ്റിംഗ് ദ എറേഴ്സ് ഇൻ ഡാറ്റ. ഡാറ്റയ്ക്കകത്ത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയ്ക്കകത്ത് പല മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും, പല എറേഴ്സ് ഉണ്ടായിരിക്കും. സോ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡാറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ അനാലിസിസ് അടുത്ത സ്റ്റെപ്പാണ്. ബിസിനസ് ഡാറ്റ അനാലിസിസിലെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് ഡാറ്റ അനാലിസിസ്. സോ നമ്മൾ ഫസ്റ്റ് ഡാറ്റ എന്താണെന്ന് നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് വേണ്ടത്, എന്താണ് നമ്മുടെ ഡാറ്റ എന്ന് ഡിസൈഡ് ചെയ്യുന്നു. ദെൻ ഡാറ്റ കളക്ഷൻ, നമ്മൾ രണ്ടാമതായിട്ട് ആ ഡാറ്റയെ കളക്ട് ചെയ്യുന്നത് ഫ്രം വേരിയസ് സോഴ്സസ്, പല പല സോഴ്സിൽ നിന്നും നമ്മൾ ആ ഡാറ്റ കളക്ട് ചെയ്യുന്നതും. ദെൻ നെക്സ്റ്റ് ഇസ് ഡാറ്റ പ്രോസസ്സിങ്. ഡാറ്റേനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു.
ഡാറ്റേനെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ദെൻ ഡാറ്റ ക്ലീനിങ്, ഡാറ്റയിലുള്ള മിസ്റ്റേക്സ്, എറേഴ്സ് ഇതിനൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന പ്രോസസ്സാണ് ഡാറ്റ കളക്ഷൻ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡാറ്റ അനാലിസിസ്. 5th സ്റ്റെപ്പിലാണ് നമ്മൾ ഡാറ്റ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് പല പല മെത്തേഡ്സ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്, പല മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള പല പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റേനെ അനലൈസ് ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ കോറിലേഷൻ, റിഗ്രഷൻ, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് പോലെയുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ ഇസ് കമ്മ്യൂണിക്കേഷൻ. സോ ആഫ്റ്റർ കണ്ടക്ടിങ് ഡാറ്റ അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഡാറ്റ അനാലിസിസിൻ്റെ ഫൈനൽ റിസൾട്ട്സ്, നമുക്ക് കിട്ടിയിരിക്കുന്ന കൺക്ലൂഷൻസിനെ നമ്മൾ റിപ്പോർട്ടിൻ്റെ ഫോമാറ്റിൽ നമ്മൾ ഡിസിഷൻ മേക്കേഴ്സിന് നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഡാറ്റ അനാലിസിസിൽ അതിൻ്റെ റിസൾട്ട്സ് യൂസ് ചെയ്യുന്നത് കമ്പനിയുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. സോ അവർക്ക് ആ ഒരു ഇൻഫോർമേഷൻസ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. സോ ദാറ്റ് ഈസ് ലാസ്റ്റ് സ്റ്റെപ്പ്, കമ്മ്യൂണിക്കേഷൻ. ദെൻ നെക്സ്റ്റ് ഇസ് കോമ്പണൻസ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. ബിസിനസ് അനലിറ്റിക്സിൻ്റെ കോമ്പണൻസ് ആണ് ഡാറ്റ അഗ്രഗേഷൻ, ഡാറ്റ മൈനിങ്, അസോസിയേഷൻ ആൻഡ് സീക്വൻസ് ഐഡൻറ്റിഫിക്കേഷൻ, ടെക്സ്റ്റ് മൈനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അതിൽ ഡാറ്റ അഗ്രഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ഡാറ്റ ക്യാൻ ബി അനലൈസ്ഡ് ഇറ്റ് മസ്റ്റ് ബി കളക്റ്റഡ്, സെൻട്രലൈസ്ഡ് ആൻഡ് ക്ലീൻ ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് റിമൂവ് ഇന്നാക്യുറേറ്റ്, ഇൻകംപ്ലീറ്റ് ആൻഡ് അൺയൂസബിൾ ഡാറ്റ. ഓക്കെ, സോ നമ്മൾ ഡാറ്റ അനാലിസിസിൽ നമ്മൾ എൻഷുർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഡാറ്റ അഗ്രഗേഷൻ. ഡാറ്റേനെ നമ്മൾ അഗ്രഗേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതായത് നമ്മൾ ആവശ്യമില്ലാത്തതിനൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസിനെ എല്ലാം നമ്മൾ ഒരുമിച്ച് കൂട്ടി വയ്ക്കുന്നതിനെയാണ് ഡാറ്റ അഗ്രഗേഷൻ എന്ന് പറയുക. സോ ഇവിടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഡ്യൂപ്ലിക്കേറ്റ്സും അതുപോലെ ഇന്നാക്യുറേറ്റ് ആയിട്ടുള്ള, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺയൂസബിൾ ആയിട്ടുള്ള ഡാറ്റാസിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് യൂസബിൾ ആയിട്ടുള്ള, വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ എല്ലാം നമ്മൾ ടോട്ടൽ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോസസ്സിനെയാണ് ഡാറ്റ അഗ്രഗേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ മൈനിങ്, search to reveal and identify previously unrecognized trends and patterns and models from vast amount of data. ഓക്കെ, സോ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയ്ക്കകത്ത് നമ്മൾ എന്തെങ്കിലും പാറ്റേൺസ് അല്ലെങ്കിൽ മോഡൽസ് അല്ലെങ്കിൽ ട്രെൻഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസിന് അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ചിലപ്പം ചില ഡാറ്റാസിനൊക്കെ ഒരു ട്രെൻഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ അത് ഒരു എന്തെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലും മോഡൽസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നതായിരിക്കും. സോ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇസ് അസോസിയേഷൻ ആൻഡ് സീക്വൻസ് ഐഡൻറ്റിഫിക്കേഷൻ. ഓൾറെഡി നമ്മൾ ഡാറ്റ മൈനിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ചെറിയൊരു വേരിയേഷനാണ് അസോസിയേഷൻ ആൻഡ് സീക്വൻസ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ പെർഫോമിങ് എ സിമിലർ ആക്ഷൻ അറ്റ് ദ സെയിം ടൈം ഈസ് കോൾഡ് അസോസിയേഷൻ. ഒരേ കാര്യം, സിമിലർ ആക്ഷൻ അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് ഒരേ കാര്യം ചെയ്യുന്ന അതിനെയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്പരം അസോസിയേറ്റഡ് ആയിരിക്കും. ദെൻ പെർഫോം പ്രഡിക്റ്റബിൾ ആക്ഷൻ സബ്സീക്വൻ്റ്ലി ഈസ് കോൾഡ് സീക്വൻസ്. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ 1 by 1 ആയിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഡാറ്റ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സീക്വൻസ് എന്ന് പറയും. ഓക്കെ, സോ സെയിം കാര്യങ്ങൾ ചെയ്യുന്ന മീൻസ് സെയിം റിസൾട്ട് തരുന്ന ഡാറ്റാസിനെ നമ്മൾ അസോസിയേറ്റഡ് ഡാറ്റ എന്ന് പറയും. ദെൻ 1 by 1 ആയിട്ടൊരു പ്രോസസ്സ് പോലെ അല്ലെങ്കിൽ ഒരു സീക്വൻസ് പോലെ മുന്നോട്ട് പോകുന്നതിന് നമ്മൾ സീക്വൻസ് എന്നാണ് പറയുക. സോ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയിൽ ഈ രീതിയിലുള്ള അസോസിയേഷൻസോ സീക്വൻസസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇസ് ടെക്സ്റ്റ് മൈനിങ്, കളക്ഷൻ ഓഫ് ടെക്സ്ച്വൽ ഇൻഫർമേഷൻ ഫ്രം സോഷ്യൽ മീഡിയ സൈറ്റ്സ്, ബ്ലോഗ്സ്, കമൻറ്റ്സ് ആൻഡ് കോൾ സെൻറ്റർ സ്ക്രിപ്റ്റ്സ് എക്സെട്ര. അതായത് മാക്സിമം ടെക്സ്റ്റുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഇസ് ഫോർകാസ്റ്റിംഗ്. A forecast of future events or behavior based on the historical data can be created by analyzing processes that occurs during a specific period or season. ഓക്കെ, സോ നമ്മൾ യൂസ് ചെയ്ത് മീൻസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്യാം. ദെൻ പ്രഡിക്റ്റീവ് അനലിറ്റിക്സ്,
കമ്പനീസ് ക്യാൻ ക്രിയേറ്റ് യൂസ് ആൻഡ് മാനേജ് പ്രഡിക്റ്റീവ് സ്കോറിംഗ് മോഡൽസ്. നമുക്ക് ഇഫ് ദ ഡാറ്റ അനാലിസിസ് ഈസ് കണ്ടക്റ്റഡ് ഫോർ പ്രഡിക്ഷൻ പർപ്പസ്, നമ്മൾ പ്രഡിക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് പ്രഡിക്റ്റീവ് അനാലിസിസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ പ്രഡിക്ഷന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള മോഡൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രഡിക്ഷൻ മോഡലാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആ രീതിയിൽ പല പല മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് പ്രഡിക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ദെൻ ഒപ്റ്റിമൈസേഷൻ. കമ്പനീസ് ക്യാൻ ഐഡൻറ്റിഫൈ ബെസ്റ്റ് കേസ് സിനാരിയോസ് ആൻഡ് നെക്സ്റ്റ് ബെസ്റ്റ് ആക്ഷൻ ബൈ ഡെവലപ്പിംഗ് ആൻഡ് എൻഗേജിങ് സിമുലേഷൻ ടെക്നിക്സ്. നമുക്ക് മാക്സിമം ഒപ്റ്റിമൈസ്ഡ് ഡാറ്റ, അതായത് മാക്സിമം അക്യുറേറ്റ് ഡാറ്റാസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാം എന്നാണ് പറയുന്നത്. Then data visualization. Then information and insight drawn from the data can be presented with highly interactive graphics. സോ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്ന ഇൻഫർമേഷൻസ്, അതിനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻസൈറ്റ്സ്, നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻസിനൊക്കെ നമുക്ക് ടെക്സ്ച്വൽ ഡാറ്റയ്ക്ക് അപ്പുറത്തേക്ക് നമുക്കതിനെ ഇൻ്ററാക്റ്റീവ് ഗ്രാഫിക്സ്, അതുപോലെ തന്നെ ഇമേജസ് അല്ലെങ്കിൽ വിഷ്വൽസൊക്കെ ആക്കിയിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഈ രീതിയിലൊക്കെ ഡാറ്റ അനാലിസിസിൽ പല രീതിയിലുള്ള കോമ്പണൻസ് ഉണ്ട്. സോ അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഡാറ്റ അഗ്രഗേഷൻ, അതുപോലെ ഡാറ്റ മൈനിങ്, അതുപോലെ പ്രഡിക്റ്റീവ് അനാലിസിസ്, അതുപോലെ ഡാറ്റ വിഷ്വലൈസേഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കോമ്പണൻസ് ആയിട്ട് വരുന്നത്. ദെൻ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ബിസിനസ് ഡാറ്റ അനാലിസിസ്. ഇനി ബിസിനസ് ഡാറ്റ അനാലിസിസ് നമ്മളൊരു ബിസിനസ്സിനകത്ത് കണ്ടക്ട് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്സിനകത്തുള്ള ഡാറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണെങ്കിലും അതിനകത്ത് നമുക്ക് കുറേ ചാലഞ്ചസ് ഫേസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എക്സിക്യൂട്ടീവ് ഡിസ്ട്രസ്റ്റ്. അതായത് ഇപ്പം ഈ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴും അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പേഴ്സണാണ്. സോ അനലിസ്റ്റ് എന്ന് പറയുന്ന ഈ പേഴ്സൺ മേ ബി നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഭാഗമാവാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആവാം. പുറമേ നിന്നുള്ളൊരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ ആയിരിക്കാം ഈ ബിസിനസ് ഡാറ്റ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ ബിസിനസ് ഡാറ്റ അനാലിസിസിൻ്റെ ഫൈനൽ റിസൾട്ട്സ് എക്സിക്യൂട്ടീവ്സിനെ, അതായത് ബിസിനസ്സിൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ വിശ്വസിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് എന്ന് അവരെ പറഞ്ഞ് ബോധിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ബിസിനസ് ഡാറ്റ അനാലിസിസിൽ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ്. So then next one is poor collaboration. The IT and business departments are entirely different from each other in an organization. ഇപ്പം ഡാറ്റ അനാലിസിസ് മെജോറിറ്റി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടെയാണ്. സോ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും പല ബിസിനസ് ഓർഗനൈസേഷൻസും ട്രഡീഷണൽ മെത്തേഡ്സിൽ, അതായത് മാനുവൽ അല്ലെങ്കിൽ നമ്മുടെ റിട്ടൺ ഫോമിലാണ് അവരുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷൻസ് വളരെ കുറവാണ്. സോ ഇത് നമ്മുടെ ഡാറ്റ അനാലിസിസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ദെൻ ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, വറിയിങ് അബൌട്ട് ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് ബൈ ദ മാനേജ്മെൻറ്റ്. സോ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ കോസ്റ്റ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഇൻകർ ചെയ്യുന്നുണ്ട്. കാരണം ഈ അനലിസ്റ്റിന് പേയ്മെൻറ്റ് കൊടുക്കണം, ദെൻ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിമൈസസ് ഒരുക്കണം, ദെൻ അതിന് വേണ്ടി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സും എഫേർട്ട് എടുക്കണം. സോ അതുകൊണ്ട് തന്നെ ഇതിന് എക്സ്ട്രാ ഒരു കോസ്റ്റ് മാനേജ്മെൻറ്റിന് ഇൻകർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു കമ്മിറ്റ്മെൻറ്റിനുള്ള സാധ്യത കുറവാണ്. ദെൻ സ്ലോ ഇൻഫർമേഷൻ മെച്യൂരിറ്റി, ലോ ക്വാളിറ്റി ഓഫ് ഡാറ്റ ഓൾവേസ് ഡിസ്കറേജസ് ബൈ ദി ബിസിനസ് ഡാറ്റ അനാലിസിസ്. ദെൻ എപ്പോഴും ഡാറ്റ അനാലിസിസിൻ്റെ ഫൈനൽ റിസൾട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് ഡാറ്റ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബിസിനസ് അനാലിസിസ്. ബിസിനസ് അനാലിസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് ഡാറ്റ അനാലിസിസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് കിട്ടുന്നത് ലോ ക്വാളിറ്റി ഡാറ്റയാണെന്നുണ്ടെങ്കിൽ അനാലിസിസിൻ്റെ ഫൈനൽ റിസൾട്ട്സും അതിനനുസരിച്ച് ലോ ക്വാളിറ്റിയിലുള്ളതായിരിക്കും. സോ അതും ഈ ഒരു ബിസിനസ് ഡാറ്റ അനാലിസിസിലെ വളരെ വലിയൊരു ചാലഞ്ചാണ്. ദെൻ ട്രെൻഡ്സ് ഇൻ ബിസിനസ് അനലിറ്റിക്സ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി മറ്റ് പല ഏരിയാസിലും ഡിസ്കസ് ചെയ്തതാണ്. ബിഗ് ഡാറ്റ, ലാർജ് വോള്യൂം ഓഫ് ഡാറ്റയാണ്
ദെൻ ഡിജിറ്റലൈസേഷൻ ലീഡ്സ് ഡാറ്റ സെറ്റ്സ് ടു എക്സ്പാൻഡ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി. നമ്മളിപ്പം ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡിലാണ് ജീവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ലാർജ് ഡാറ്റയിലേക്കുള്ള എൻട്രിയാണ് തരിക. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അനലറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഡാറ്റ കളക്ഷന് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡാറ്റയുടെ വോളിയം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി റേറ്റിലുള്ള ഡാറ്റ ആയിരിക്കും. ദെൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക് ടെക്നോളജീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ബാങ്കിങ്ങിൽ, ഫിനാൻഷ്യൽ സർവീസസിൽ, ഇൻഷുറൻസിലൊക്കെ ഈ ബിസിനസ് ഡാറ്റ അനാലിസിസിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ദെൻ ഡീപ്പ് ലേണിംഗ്, ദെൻ ഡിജിറ്റലൈസേഷൻ. ഇതുപോലെ നമുക്ക് ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനെ കുറിച്ച് ഒരു ബേസിക് ഇൻഫോർമേഷൻസിന് പകരമായിട്ട് അതിനെക്കുറിച്ചുള്ള ഡീപ്പ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഡാറ്റ സയൻറ്റിസ്റ്റ് ക്രിയേറ്റ്സ് ബ്രെയിൻസ് വിച്ച് ഹാവ് കമ്പ്യൂട്ടിംഗ് പവർ ഓഫ് തൗസൻഡ്സ് ഓഫ് ഹ്യൂമൻ മൈൻഡ്സ്. അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് ഈ ഒരു കമ്പ്യൂട്ടർ പവർ എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻസിനൊക്കെ വളരെ മുകളിലാണ്. ദെൻ ദ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, നമുക്കറിയാം ഇന്ന് നമ്മൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യം അറിയണമെന്നുണ്ടെങ്കിലും നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എന്ത് കാര്യം നമുക്ക് എന്തിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഗൂഗിളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റിൽ അത് അവൈലബിൾ ആണ്. ദെൻ മൈക്രോ സെഗ്മെൻറ്റേഷൻ, ബിഗർ ഡാറ്റ സെപ്പറേറ്റഡ് ഇൻ ടു സ്മോളർ ആൻഡ് സ്മോളർ പാർട്സ് ഇസ് കോൾഡ് മൈക്രോ സെഗ്മെൻറ്റേഷൻ. നമുക്കറിയാം ഓൾറെഡി നമുക്ക് മാനുവൽ ഫോമിൽ, അത് മീൻസ് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ജേർണൽസ് പോലെയുള്ള റിട്ടൺ ഫോമിൽ അവൈലബിൾ ആവുന്ന ഇൻഫോർമേഷൻസിനേക്കാളും ഒരു വലിയൊരു റേഞ്ചിലുള്ള ഇൻഫോർമേഷനാണ് നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് അവൈലബിൾ ആവുന്നത്. സോ അവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ് മൈക്രോ സെഗ്മെൻറ്റേഷൻ. അതായത് ഡാറ്റാസിനെ പല പല സ്മോളർ സെഗ്മെൻറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ദിസ് പ്രോസസ് ഓഫ് യൂസിങ് റിമോട്ട് സെർവേഴ്സ് ഓൺ ദി ഇൻ്റർനെറ്റ് സ്റ്റോർ ആൻഡ് മാനേജ് ഡാറ്റ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമുക്ക് സെർവറിൽ സ്റ്റോർ ചെയ്യാനും അത് റിട്രീവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇത് പറയുന്നത്. സോ ഇതാണ് ഈ ഡാറ്റ അനാലിസിസിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള പുതിയ പുതിയ ട്രെൻഡ്സ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഡാറ്റ ഹെൽപ്സ് യുവർ മോണിറ്റർ ടു പ്രോഗ്രസ് ഓഫ് യുവർ മിഷൻ. നമ്മുടെ മിഷൻ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്സ് ഇൻക്രീസിങ് എഫിഷ്യൻസി ഇൻക്രീസ്, അതായത് നമ്മുടെ ബിസിനസ് ഡാറ്റ അനാലിസിസിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. ഹെൽപ്സ് യു ബി അപ്ഡേറ്റഡ്, എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ദെൻ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, സോ ഇറ്റ് വിൽ പ്രൊവൈഡ് ആക്യുറേറ്റ് ഡാറ്റ. സോ നമുക്കതിന് വെച്ചിട്ട് നമുക്ക് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. മോർ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻസ്. സോ ഈ ബിസിനസ് ഡാറ്റ അനാലിസിസിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അനുസരിച്ച് നമ്മൾ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പം അതിൻ്റെ ബിസിനസ് ഓപ്പറേഷൻസ് മോർ എഫിഷ്യൻ്റ് ആയിരിക്കും. ദെൻ ഇറ്റ് വിൽ ക്രിയേറ്റ് ആക്യുറേറ്റ് പ്ലാൻ ഫോർ ഫ്യൂച്ചർ. വളരെ പ്രഡിക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ഡാറ്റ ഹെൽപ്പ് ചെയ്യും. ദെൻ ഡിസഡ്വാൻറ്റേജസ്, ലാക്ക് ഓഫ് അലൈൻമെൻറ്റ്, അവൈലബിലിറ്റി ആൻഡ് ട്രസ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആവശ്യമായ ഫോർമാറ്റിൽ അവൈലബിൾ അല്ലാത്തതും, അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഡിസ്ട്രസ്റ്റും ബിസിനസ് ഡാറ്റ അനാലിസിസിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. അപ്പം ബിസിനസ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത് മെജോറിറ്റി കേസിലും ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ചിലപ്പം കുറവായിരിക്കും. ദെൻ ലോ ക്വാളിറ്റി ഓഫ് അണ്ടർലൈയിങ് ട്രാൻസാക്ഷണൽ ഡാറ്റ. യൂസ് ചെയ്യുന്ന ഡാറ്റാസ് ചിലപ്പം ലോ ക്വാളിറ്റി ഡാറ്റാസ് ആയിരിക്കും. ദെൻ ബിസിനസ് ഡാറ്റ അനലിസ്റ്റ്. സോ അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. സോ ബേസിക്കലി നമുക്ക് അനലിസ്റ്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ പേഴ്സൺ ഓർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ദ ഓർഗനൈസേഷൻ വിച്ച് ക്യാരീസ് ബിസിനസ് ഡാറ്റ അനാലിസിസ്. Okay, so a data analyst collect, process and perform statistical analysis on large data set. ലാർജ് ഡാറ്റ സെറ്റിൻ്റെ മുകളിൽ ഡാറ്റ കളക്ഷനും അതിൻ്റെ പ്രോസസ്സിങ്ങും സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസും കണ്ടക്ട് ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ബിസിനസ് ഡാറ്റ അനലിസ്റ്റ് യൂസ് ഡാറ്റ ടു ഹെൽപ്പ് ഓർഗനൈസേഷൻ ടു മേക്ക് മോർ എഫക്റ്റീവ് ബിസിനസ് ഡിസിഷൻസ്. സോ ഇനി ബിസിനസ് ഡാറ്റ അനാലിസ്റ്റ് എന്നുള്ള ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പം
ഇവിടെ അയാൾ യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ബിസിനസ് ഇൻഫർമേഷൻ ആയിരിക്കും. ദെൻ അതിൻ്റെ റിസൾട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഡാറ്റ അനാലിസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ആളാണ് ഡാറ്റ അനലിസ്റ്റ്. ബിസിനസ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുമ്പം അയാൾ യൂസ് ചെയ്യുന്നത് ബിസിനസ് ഡാറ്റ ആയിരിക്കും. ദെൻ അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ഇൻഫർമേഷൻസ് ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. ദെൻ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡാറ്റ അനലിസ്റ്റ്. ഡാറ്റ അനലിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ് പ്രൊഡ്യൂസിങ് റിപ്പോർട്ട്സ്. നമുക്കറിയാം അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. സോ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദാറ്റ് പ്രോസസ്സ് അതിൻ്റെ ഒരു റിപ്പോർട്ട് എന്തായാലും വേണ്ടി വരും. സോ അനലിസ്റ്റിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനാലിസിസ് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ദെൻ സ്പോട്ടിംഗ് പാറ്റേൺസ്, എന്തെങ്കിലും പാറ്റേൺസ്, ട്രെൻഡ്സ് അല്ലെങ്കിൽ മോഡൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ കൊളാബറേറ്റിംഗ് വിത്ത് അതേഴ്സ്. അപ്പോൾ നമുക്ക് അറിയാം, ഈവൻ ഇഫ് ബിസിനസ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു തേർഡ് പേഴ്സൺ ആണെങ്കിൽ പോലും അദ്ദേഹം യൂസ് ചെയ്യുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ അദ്ദേഹം ഡീൽ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ബിസിനസ്സിനകത്തുള്ള ആളുകളായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഒരു നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തായിരിക്കണം ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ടത്. ദെൻ കളക്ടിങ് ഡാറ്റ ആൻഡ് സെറ്റിംഗ് അപ്പ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ ആ അനാലിസിസ് കണ്ടക്ട് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യണം. ദെൻ സ്കിൽസ് റിക്വയർഡ് ഫോർ ഡാറ്റ അനലിസ്റ്റ്. ഓക്കെ, സോ എല്ലാവർക്കും കയറിയിട്ട് ഡാറ്റ അനലിസ്റ്റ് ആവാൻ പറ്റില്ല. സോ ഒരു സക്സസ്ഫുൾ ഡാറ്റ അനലിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ച് സ്കിൽസ് അല്ലെങ്കിൽ കുറച്ച് ട്രെയ്റ്റ്സ് വേണം. സോ എന്തൊക്കെയാണ് ഒരു ഡാറ്റ അനാലിസ്റ്റിന് വേണ്ട ബേസിക് ആയിട്ടുള്ള സ്കിൽസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. കമ്പ്യൂട്ടർ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിഞ്ഞിരിക്കണം. ക്രിയേറ്റീവ് ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്, വെറുതെ ചിന്തിച്ചാൽ പോരാ, ക്രിയേറ്റീവായിട്ട് അനലിറ്റിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആളുകളാവണം. ആൻഡ് സ്ട്രോങ് ആൻഡ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. സോ ഡാറ്റ കളക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ബിസിനസ്സിനകത്ത് പല ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. സോ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ വിഷ്വലൈസേഷൻ, ഡാറ്റാസിനെ എന്തായിരിക്കും ഡാറ്റ, ആ ഡാറ്റ ഏത് രീതിയിലായിരിക്കും എന്നതിനെക്കുറിച്ച് ഡാറ്റേനെക്കുറിച്ച് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നവരായിരിക്കണം. ദെൻ ഡാറ്റ വെയർ ഹൗസിങ്, ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റണം. ഡാറ്റ വെയർ ഹൗസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്, ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റണം. ദെൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ ഡാറ്റ അനാലിസിസ് ഈ ഡാറ്റേനെ വേറെ പല പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാം. ദെൻ SQL ഡാറ്റാബേസ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയും. ഡാറ്റാബേസസ് ക്രിയേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് SQL. സോ അത് വെച്ചിട്ട് ഡാറ്റാബേസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. SQL എന്ന് പറയുന്നത് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറി ലാംഗ്വേജാണ്. ദെൻ ഈ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിനകത്ത് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ദെൻ ഡാറ്റാബേസ് ക്വറിയിങ് ലാംഗ്വേജ്. Then apart from SQL there are different kinds of database querying languages ഉണ്ട്. സോ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. ദെൻ ഡാറ്റ മൈനിങ് ആൻഡ് ഡാറ്റ ക്ലീനിങ്, ഡാറ്റാസിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും ദെൻ കിട്ടിയ ഡാറ്റാസിൽ നിന്ന് അൺയൂസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റാസിനെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റണം. ദെൻ അഡ്വാൻസ്ഡ് മൈക്രോസോഫ്റ്റ് എക്സൽ അഡ്വാൻസ്ഡ് വേർഷൻസ് യൂസ് ചെയ്യാൻ പറ്റണം. കാരണം അനാലിസിസിൻ്റെ മെജോറിറ്റി പോർഷൻസും ഡിജിറ്റൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എക്സൽ പോലെയുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അനാലിസിസിലെ മെയിൻ പോർഷനായിട്ടുള്ള അനാലിസിസ് എന്ന് പറയും, മീൻസ് ഡാറ്റ അനാലിസിസിലെ മെയിൻ പോർഷനായിട്ടുള്ള അനാലിസിസ്, അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റാസിനെ അനലൈസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് ഫോം ചെയ്യുന്നത്. സോ അതിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. സോ അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റണം. ദെൻ മെഷീൻ ലാംഗ്വേജസ് അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിൽ താല്പര്യമുള്ള ആൾക്കാരായിരിക്കണം. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഓർഗനൈസേഷൻ ആൻഡ് സോഴ്സ് ഓഫ് ഡാറ്റ.
നമുക്കറിയാം നമ്മൾ ബിസിനസ് ഡാറ്റ അനാലിസിസിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഓർഗനൈസേഷനകത്തുള്ള ഡാറ്റയാണ്. ദെൻ ഒരു ഓർഗനൈസേഷനകത്ത് ഏതൊക്കെ രീതിയിലുള്ള ഡാറ്റാസാണ് ഉണ്ടായിരിക്കുക, ദെൻ ആ ഡാറ്റാസിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. A decision maker needs data, information and knowledge. These must be integrated and organized in a manner that makes them useful. ഓക്കെ, ഒരു ഡിസിഷൻ മേക്കർക്ക് ഡാറ്റാസ്, ഇൻഫർമേഷൻസ് ആൻഡ് നോളജ്, ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഒരുപോലെ ആവശ്യം വരുന്നുണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, സോ എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ, എന്താണ് നോളജ്? സോ ഡാറ്റ ഈസ് the item about things, events, activities and transactions are recorded, classified and stored but are not organized to convey a specific meaning. Data items can be numeric, alphanumeric, figures, sound or images. ഒരു സാധനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനെ കുറിച്ച് ഉള്ള റെക്കോർഡഡ് ആയിട്ടുള്ള, ക്ലാസിഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫോർമേഷൻസ് മീൻസ് അതിൻ്റെ ഇൻഫോർമേഷൻസിനെയാണ് നമ്മൾ, ഐറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത്. പക്ഷേ അതൊരു സ്പെസിഫിക് മീനിങ് നമുക്ക് തരുന്നില്ല. ഓക്കെ, കുറേ സ്കാറ്റേർഡായിട്ട് കിടക്കുന്ന കുറേ വേർഡ്സ് അല്ലെങ്കിൽ കുറേ ഫ്രേസസ്, അതാണ് ഡാറ്റ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ഡാറ്റ ക്യാൻ ബി ന്യൂമറിക് ആയിരിക്കാം, ആൽഫ ന്യൂമറിക്, അതായത് മാത്തമാറ്റിക്കൽ ഫിഗേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിഗേഴ്സ് ആയിരിക്കാം, സൗണ്ട് ആയിരിക്കും, ഇമേജ് ആയിരിക്കും. സോ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ടായിരിക്കും, പക്ഷെ അതൊരു ഓർഡറിലായിരിക്കില്ല. ഓക്കെ, സോ നമുക്കതിനകത്തു നിന്നൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. Then next is information. Data that have been organized in a manner that gives them meaningful for the recipient. അതായത് ഇനി ഈ ഡാറ്റേനെ നമ്മളൊരു മീനിങ് ഫുൾ ഫോമാറ്റിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുക. ഓക്കെ, സോ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വേർഡ്സ് ആയിരിക്കും, കുറേ ലെറ്റേഴ്സ് ആയിരിക്കും, കുറേ നമ്പേഴ്സ് ആയിരിക്കും. ഇതിനെ നമ്മൾ ഒരു മീനിങ് ഫുൾ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ സ്ട്രക്ചറിൽ ഓർഗനൈസ് ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് നോളജ്. Knowledge consists of data, items and information organized and processed to convey understanding, experience, accumulated learning. The knowledge can be the application of data and information in making a decision. Okay, സോ ഫസ്റ്റ് സ്റ്റേജ് ഡാറ്റയാണ്. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റോ ഫോർമാറ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ, സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഓർഡർ ഇല്ലാത്ത കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ കുറേ നമ്പേഴ്സിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുക. ദെൻ ഈ ഡാറ്റാസിനെ നമ്മളൊരു മീനിങ് ഫുൾ ഫോമിൽ അറേഞ്ച് ചെയ്തതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ദെൻ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റാസിനെ അല്ലെങ്കിൽ ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ നോളജ് എന്ന് പറയുക. ഓക്കെ, സോ നമ്മൾ ഈ ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻസിൻ്റെ മുകളിൽ നമ്മൾ ഏതെങ്കിലും ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ആ പ്രോസസ്സിൻ്റെ ഫൈനൽ റിസൾട്ട്, അതിനെയാണ് നമ്മൾ നോളജ് എന്ന് പറയുക. സോ നമ്മൾ വളരെ നോർമലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനെ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോളജ് എന്ന് പറയുന്നത്. ദെൻ സോഴ്സ് ഓഫ് ഡാറ്റ. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാവും. വി ഹാവ് 2 sources of data, internal sources and external sources. So the first one is internal data. Internal data are stored in one or more places. ഒന്നിലധികം സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ഈസ് എബൌട്ട് പീപ്പിൾ, പ്രോഡക്റ്റ്, സർവീസ് ആൻഡ് പ്രോസസ്സസ്. സോ ബിസിനസ്സിലെ ഇൻറ്റേർണൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി എബൌട്ട് പീപ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ സർവീസസിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ പ്രോസസ്സിനെ കുറിച്ചായിരിക്കാം. ദെൻ പ്രൈവറ്റ് ഡാറ്റ ദാറ്റ് ഓർഗനൈസേഷൻ ഓൺസ്, കൺട്രോൾ ആൻഡ് കളക്ട്. ഇത് ബിസിനസ്സിൻ്റെ സ്വന്തം ആയിട്ടുള്ള ഡാറ്റയാണ്, അതായത് ബിസിനസ്സിൻ്റെ പ്രൈവറ്റ് ഡാറ്റയാണ് ഇൻറ്റേർണൽ ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ ഇത് ബിസിനസ് ഓൺ ചെയ്യുന്നതാണ്, ബിസിനസ്സിന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ ബിസിനസ്സിനകത്ത് നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ ഡാറ്റ. ഫോർ എക്സാമ്പിൾ സെയിൽസ് ഡാറ്റ, ഫിനാൻഷ്യൽ ഡാറ്റ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പറയുന്ന ഇൻറ്റേർണൽ ഡാറ്റാസ്. ദെൻ ഇറ്റ് മേ ബി പ്രൈമറി ഓർ സെക്കൻഡറി. ഈ ഡാറ്റ 2 രീതിയിലാവാം, പ്രൈമറി ഡാറ്റയാവാം, സെക്കൻഡറി ഡാറ്റയാവാം. ഓക്കെ,
സോ ഇൻറ്റേർണൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനകത്തുള്ള ഡാറ്റേനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഡാറ്റ എന്ന് പറയുന്നത്. ബിസിനസ്സിനകത്ത് തന്നെ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സിനകത്തുള്ള ഡാറ്റാസിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ ഇത് ബിസിനസ്സിൻ്റെ സ്വന്തം ഡാറ്റയാണ്. ബിസിനസ് ഓൺ ചെയ്യുന്ന, ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ബിസിനസ്സിനകത്ത് കളക്ട് ചെയ്യപ്പെടുന്ന ഡാറ്റയാണ്. ദെൻ അതിന് എക്സാമ്പിൾസ് ആണ് സെയിൽസ് ഡാറ്റ, ഫിനാൻഷ്യൽ ഡാറ്റ, ദെൻ ഇറ്റ് മേ ബി പ്രൈമറി ഓർ സെക്കൻഡറി. ദെൻ സോഴ്സസ് ഓഫ് ഇൻറ്റേർണൽ ഡാറ്റ, അക്കൗണ്ടിങ് റിസോഴ്സസ്, സെയിൽസ് ഫോഴ്സ് റിപ്പോർട്ട്സ്, ഇൻറ്റേർണൽ എക്സ്പേർട്സ്, മിസ്ലേനിയസ് റിപ്പോർട്ട്സ്. നമ്മൾ ബിസിനസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പല റിപ്പോർട്ട്സ്. ദെൻ നമ്മുടെ ഇപ്പം ഫിനാൻഷ്യൽ ഡാറ്റാസ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സിൻ്റെ റിപ്പോർട്ട്സ്, ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതൊക്കെ നമ്മുടെ ഇൻറ്റേർണൽ ഡാറ്റയുടെ ഭാഗമാണ്. ദെൻ എക്സ്റ്റേണൽ ഡാറ്റ. എക്സ്റ്റേണൽ ഡാറ്റ ഇസ് ഡാറ്റ കളക്റ്റഡ് ഫ്രം സോഴ്സസ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. സോ പേരിൽ തന്നെയുണ്ട്, ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ടു ദ ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷന് പുറത്തുനിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റേനെയാണ് എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയുന്നത്. സോ അതിൻ്റെ മെയിൻ സോഴ്സസ് ഗവൺമെൻറ് പബ്ലിക്കേഷൻസ് ആണ്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് റിലേറ്റഡ് പബ്ലിക്കേഷൻസ് ആണ് എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയുന്നത്. സോ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ബിസിനസ് ഡാറ്റ അനാലിസിസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഡാറ്റ എന്ന് പറയുന്നത് ബിസിനസ് റിലേറ്റഡ് ഡാറ്റയാണ്. സോ അതിൽ ഇൻറ്റേർണൽ ഡാറ്റ എന്ന് പറയുമ്പം ബിസിനസ് ഓർഗനൈസേഷനകത്തു നിന്നുള്ള ഡാറ്റ, എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയുമ്പം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഡാറ്റാസിനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഗവൺമെൻറ് പബ്ലിക്കേഷൻസിൽ വരുന്ന ഡാറ്റാസിനെയൊക്കെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഡാറ്റ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മേജർ ഡാറ്റാസ് എന്ന് പറയുന്നത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, ദെൻ അതുപോലെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, ഡയറക്ടർ ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇൻ്റലിജൻസ്, ദെൻ അതുപോലെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലേബർ ബ്യൂറോ, നാഷണൽ സാമ്പിൾ സർവേ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, ഇവരെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് എല്ലാം എക്സ്റ്റേണൽ ഡാറ്റാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ നോൺ ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്, ഇത് എല്ലാം ഗവൺമെൻറ് പബ്ലിക്കേഷൻസിൽ വരുന്ന എക്സ്റ്റേണൽ ഡാറ്റാസാണ്. ഇനി ഗവൺമെൻറ് പബ്ലിക്കേഷൻസ് അല്ലാത്ത പല നോൺ ഗവൺമെൻറ് പബ്ലിക്കേഷൻസും ഉണ്ട്. ഇതും നമ്മുടെ ബിസിനസ് അനാലിസിസിലെ എക്സ്റ്റേണൽ ഡാറ്റാസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അതിൽ വരുന്നതാണ് ദ ഇന്ത്യൻ കോട്ടൺ മിൽ അസോസിയേഷൻ, വേരിയസ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ്, ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, വേരിയസ് അസോസിയേഷൻ ഓഫ് പ്രസ് മീഡിയാസ്, എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ പോലെയുള്ള പല അസോസിയേഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാസ്.